ദില്ലിയിൽ സ്ഫോടന ശ്രമം തകർത്തു. ടോയ് കാർ സ്ഫോടനത്തിന് ശ്രമിച്ച 2 ഭീകരരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. മുസാബ് അദ്ദം, മുഹമ്മദ് ഹമദ് എന്നിവരെയാണ് പിടികൂടിയത്. ദില്ലി പോലീസ് സ്പെഷ്യൽ സെല്ലും മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സേനയും ചേർന്നാണ് അറസ്റ്റ് ചെയ്തത്. ജെയ്ഷെ മുഹമ്മദുമായി ഇവർക്ക് ബന്ധമുണ്ടെന്ന് പോലീസ് അറിയിച്ചു. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി. നോബിൾ, ഇപ്പോൾ സ്ഫോടന ശ്രമം തകർത്തിരിക്കുന്നു, 2 പേർ പിടിയിലാവുകയും ചെയ്തിരിക്കുന്നു. എന്താണ് ഇവരുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങൾ നോബിൾ? സ്മൃതി, ദില്ലിയിൽ ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലത്ത് ടോയ് കാറിൽ ബോംബ് വെച്ചുകൊണ്ട് പൊട്ടിക്കാനായിരുന്നു 2 ഭീകരർ പത്തിയിട്ട് എന്ന വിവരമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 2 പേരെ ഇപ്പോൾ ദില്ലി പോലീസും അതോടൊപ്പം മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്ക്വാഡും കൂടി സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ 2 പേരുടെ പേര് എന്ന് പറയുന്നത് മുസാദ് അദ്ദം അതോടൊപ്പം തന്നെ മുഹമ്മദ് ഹമദ് എന്നിവരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. 2 പേരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മുംബൈയിലെ കല്യാൺ ഒപ്പം കുർള പ്രദേശങ്ങളിൽ നിന്നാണ്. ഇവർ ഈ ദില്ലിയിൽ കൃത്യമായി തന്നെ സ്ഫോടനം പദ്ധതി ഇട്ടിരുന്നു എന്ന് ഇപ്പറഞ്ഞ രഹസ്യവിവരം പോലീസ് ലഭിച്ചിരുന്നു. ദില്ലി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലിൽ ലഭിച്ചിരുന്നു. അതിന് പിന്നാലെ ഇവർ ഉള്ള സ്ഥലം അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നീളുകയായിരുന്നു. അതിന് സഹായമായി തന്നെ മഹാരാഷ്ട്രയിലെ ഭീകരവിരുദ്ധ സ്ക്വാഡും കൂടി ചേർന്നോടെയാണ് ഇവർ പിടിക്കാൻ കഴിഞ്ഞത് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇവർക്ക് ജെയ്ഷെ മുഹമ്മദുമായി ബന്ധം ഉണ്ട് എന്നും ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നു. 2 പേരെയും ദില്ലിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇവിടെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഇവരെ പിടിച്ച കല്യാൺ അതോടൊപ്പം കുർള എന്നിവിടങ്ങളിൽ വീണ്ടും പരിശോധന നടത്തുമെന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. കൃത്യമായി തന്നെ ആസൂത്രണം ചെയ്ത പദ്ധതി ഇവർ കയ്യിലുണ്ടായിരുന്നു. ഇത്തരത്തിൽ ടോയ് കാർ, അതായത് കളിപ്പാട്ടമായ കാറിൽ ബോംബ് വെച്ചുകൊണ്ട് ആളുകൾ തിങ്ങി നിൽക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ പൊട്ടിക്കുക എന്നായിരുന്നു ഇവരുടെ പദ്ധതി എന്നാണ് ഇപ്പോൾ എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ദില്ലി പോലീസ് വ്യക്തമാക്കുന്നത്. വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ഇവർക്ക് മറ്റാരെങ്കിലും സഹായങ്ങൾ ചെയ്തിരുന്ന അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇവർ മറ്റു പല ആളുകളുമായി പലയിടങ്ങളിലും മീറ്റിംഗുകളും ഒപ്പം അത്തരത്തിൽ യോഗങ്ങളൊക്കെ ചേർന്നതായുള്ള വിവരം പുറത്തേക്ക് വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടും അന്വേഷണം നീളുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു. അതായത് ദില്ലിയിൽ നേരത്തെ ചെങ്കോട്ടയിൽ വലിയ സ്ഫോടനം നമ്മൾ ഉണ്ടായത് കണ്ടതാണ്. വലിയ സ്ഫോടനത്തിൽ ആളുകൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലം കൂടി ഉണ്ട്. അതിന് പിന്നാലെയാണ് നടത്തിയ ഒരു പരിശോധനയും ഒപ്പം അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും ഒക്കെയാണ് ഇപ്പോൾ ഇങ്ങനൊരു ഭീകരരെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് എന്നാണ് നമുക്ക് ഏതായാലും വിവരം ലഭിച്ചിരിക്കുന്നത്. 2 പേർക്കും ഭീകരവാദം ബന്ധമുണ്ടെന്നും അവർ ജെയ്ഷെ മുഹമ്മദുമായി അടുത്ത് ഇടപെടുന്ന ആളുകളാണ് എന്നുമാണ് ഇപ്പോൾ ദില്ലി പോലീസ് വ്യക്തമാക്കുന്നത്. സ്മൃതി, ശരി, നോബിൾ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഡൽഹിയിൽ ഒരു വലിയ സ്ഫോടന ശ്രമം തകർത്തിരിക്കുന്നു എന്നുള്ളതാണ്. 2 ഭീകരർ പിടിയിലായിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ നോബിൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.